ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് മട്ടൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അറേബ്യൻ രീതിയിലാണ് ഞാൻ ഇന്ന് മട്ടൻ മന്തി റെഡിയാക്കിയെടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ മട്ടൻ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കാനും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇപ്പം ഞാൻ മട്ടൻ്റെ ഒരു ഷോൾഡർ പീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വരഞ്ഞു കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മട്ടൻ്റെ പീസ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. മാരിനേഷൻ റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് കുറച്ച് കുങ്കുമം ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് പെർമിറ്റഡ് ഫുഡ് കളർ, റെഡ് കളറാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് ഈ ഒരു മട്ടൻ്റെ പീസിലേക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കണം. മട്ടൻ്റെ പീസൊക്കെ നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലേ മസാലയൊക്കെ ഉള്ളിലേക്ക് പെട്ടെന്ന് പിടിക്കുകയുള്ളൂ. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൻ്റെ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ മട്ടൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബിരിയാണി പോട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പട്ട, ഏലക്കായ, ഒരു 8-10 ഗ്രാമ്പൂ, അതേപോലെ തന്നെ ഒരു 8-10 ഗ്രാമ്പൂ, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഉണക്കനാരങ്ങ. ഞാൻ 2 ഉണക്കനാരങ്ങയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 സവാള, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവാള ഞാൻ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 4-5 പച്ചമുളക്, ഞാനിവിടെ നടു കീറിയിട്ടൊന്നുമില്ല, ആച്ചയൊക്കെ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളകും ഏകദേശം ഒന്ന് സോട്ടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കിസ്മിസാണ്, നമ്മുടെ ഉണക്കമുന്തിരി. ഈ അറേബ്യൻ റൈസിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ഉണക്കമുന്തിരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് ഉണക്കമുന്തിരിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ സവാളയും മുന്തിരിയും ഒക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല ബസ്മതി അരിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസാണ്. ഇത് ഞാൻ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇനി ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരി ഒന്ന് സോട്ടായതിനു ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു റാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. മുന്നേ ഞാനും ചിക്കൻ മന്തി ഇതേപോലെ കുക്ക് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ദാ ഒരു റാക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മട്ടനും കൂടെ ദാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ എല്ലാ സൈഡിലും മൈദ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്ന് ദം ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യാണ്. അലുമിനിയം ഫോയിൽ കൊണ്ട് ഈ ഒരു മട്ടൻ ഞാൻ നന്നായിട്ട് ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. നന്നായിട്ട് തന്നെ ഞാനിവിടെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നമ്മൾ ഫ്ലെയിമിൽ വെക്കണം. ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിലും ബാക്കി 1.5 മണിക്കൂർ ലോ ഫ്ലെയിമിലുമാണ് നമ്മൾ ഈ ഒരു മട്ടനും റൈസും കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് നല്ല ഇളയ മട്ടൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കുക്കാവുന്നത്. ഒരു 2 മണിക്കൂർ നമ്മൾ വെച്ചാൽ മതി. അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 1.5 മണിക്കൂർ സിമ്മിലും ലോ ഫ്ലെയിമിലുമാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മട്ടൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഈ ഫോയിലൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ദാ മട്ടനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ മാറ്റി ഇനി ഈ ചോറ് നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതാ മട്ടൻ ചോറിന്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രം അതിലേക്ക് വെച്ച് അതിലേക്കാണ് ഞാൻ കനല് വെച്ചു കൊടുക്കുന്നത്. ഈ കനല് വെച്ച ഉടനെ തന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ പാത്രം മൂടി വെക്കണം. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ മട്ടൻ മന്തി റെഡി ആയി കിട്ടും. ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മട്ടൻ മന്തി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള അറേബ്യൻ സ്റ്റൈലിലുള്ള മട്ടൻ മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. മട്ടനും റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.